ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം തദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്യതാഞ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുജ്ഞ കൃപാ സിന്ധുപ ഏവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണി. ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയോദീരേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് 2-ാം സ്കന്ധത്തിലെ 6-ാം അധ്യായമാണ് പഠിക്കുന്നത്. അപ്പൊ 5-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, 5-ാം അധ്യായത്തില് 6 ചോദ്യങ്ങളാണ് നാരദ മഹർഷിയോ ബ്രഹ്മദേവനോട് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് 6 ചോദ്യങ്ങൾ? യത് രൂപം, യദധിഷ്ടം, യത് സൃഷ്ടം, യത് സമസ്തം, യത് പരം, യച്ഛ. അതിൽ 3 ചോദ്യങ്ങളുടെ ഉത്തരം ഭഗവാൻ ഈ 2-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായത്തില് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കി 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിൽ തന്നെ 6-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് 2-ാം സ്കന്ധത്തിലെ 6-ാം അധ്യായത്തില് വിശദീകരിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ പറയുന്നതാണ് യച്ഛ. യച്ഛ എന്ന് പറയുന്നത് എന്താണ്? യച്ഛന്ന് എന്തൊക്കെ മൂലകങ്ങൾ ചേർന്നാണ് ഈ മെറ്റീരിയൽ വേൾഡ്, അല്ലെങ്കിൽ ഈ പ്രകൃതി, അല്ലെങ്കിൽ ഈ നമ്മുടെ ഭൂമി, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കണ്ടു ഏതൊക്കെയാണ് 23 മൂലകങ്ങളെന്ന്. ആ 23 മൂലകങ്ങൾ ചേർന്നിട്ടാണ് ഈ ഭൗതിക ലോകം ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ഈ 23 മൂലകങ്ങൾ ഒരാളുടെ കയ്യിൽ കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു സയന്റിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞന്റെയോ കയ്യിൽ കിട്ടിയാൽ, അവർക്ക് ഇതുപോലൊരു പ്രകൃതി, ഇതുപോലൊരു ഭൗതിക ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഇതെല്ലാം തന്മാത്രകളാണല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ബ്രഹ്മാവ് തന്നെ പറയുന്നുണ്ട്, ഇതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല, ഇതെല്ലാം പുനഃസൃഷ്ടി മാത്രമാണ്. ഭഗവാൻ കാണിച്ചു തന്നത് ഞാൻ പുനഃസൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ ഓരോ ഭക്തന്മാരുടെയും പ്രത്യേകത എന്താണെന്ന് ബ്രഹ്മാവിലൂടെ നമ്മൾക്ക് കാണിച്ചു തരികയാണ് ഭഗവാൻ. ഭക്തൻ ഒരിക്കലും, ഭക്തൻ ആ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഭക്തൻ ആ ജോലിയുടെ മുഴുവൻ ക്രെഡിറ്റും ആർക്കാണ് കൊടുക്കുന്നത്? ഭഗവാനാണ് കൊടുക്കുന്നത്. ഇത് എൻ്റെ കടമ മാത്രമാണ്. ഭഗവാൻ സൃഷ്ടിച്ചതിനെ ഞാൻ പുനഃസൃഷ്ടിക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. താൻ ചെയ്ത സൃഷ്ടികർമ്മമാണെങ്കിൽ കൂടിയും ഭഗവാന്റെ അനുവാദത്തോടുകൂടി, ഭഗവാന്റെ പ്രേരണയോടുകൂടി, ഭഗവാനാൽ നിക്ഷിപ്തമായതാണ് ഈ ജോലി. ആ ജോലി ചെയ്തത് ബ്രഹ്മാവാണെങ്കിൽ കൂടിയും ബ്രഹ്മാവ് പറയുന്ന എന്താണ്? ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഭഗവാൻ നേരത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ സൃഷ്ടിയെ ഞാൻ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പം എവിടെയാണ് ഭഗവാൻ ഇത് നേരത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്?
ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെട്ടത് ബ്രഹ്മാവിനാലാണ്. ഈ ഭൗതിക ലോകത്തിൽ 14 ലോകങ്ങളുണ്ട്. സത്യലോകം, ജനലോകം, തപലോകം, അങ്ങനെ 14 ലോകങ്ങൾ. അതിന് താഴെ 28 നരകങ്ങൾ, അങ്ങനെ എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മാവ് പറയുന്നു, ഇതൊന്നും ഞാൻ സൃഷ്ടിച്ചതല്ല, ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയുടെ പുനഃസൃഷ്ടി മാത്രമാണ്. എന്തുകൊണ്ടായിരിക്കും ബ്രഹ്മാവ് അങ്ങനെ ഒരു വാക്യം പറഞ്ഞത്? ബ്രഹ്മാവ്, ഭഗവാൻ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് തന്നെ ബ്രഹ്മാവിനെയാണ്. എന്നിട്ട് ആ ബ്രഹ്മാവാണ് പറയുന്നത് പുനഃസൃഷ്ടിയാണെന്ന്. ഞാൻ ഒരിക്കലും കള്ളം പറയുന്നില്ല. ഇനിയുള്ള അടുത്ത ശ്ലോകങ്ങളിൽ 6-ാം അധ്യായത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും കള്ളം പറയുന്നില്ല, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരി മാത്രമായിരിക്കും, അത് ഭഗവാന്റെ ആജ്ഞയുമാണ്. എന്തുകൊണ്ടാണ് ആ ഒരു വാചകം കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയം മനസ്സിലുണ്ടാകുന്നുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നുണ്ടോ? ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, ഞാൻ പുനഃസൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പം ഇതിനു മുമ്പ് എന്തോ സൃഷ്ടിച്ച് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ പറയുന്നിരിക്കുന്നത്? അല്ലെങ്കിൽ പറയുവോ? ഇതിനും സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്, അത് എടുത്ത് അസംബ്ലി ചെയ്യണം. അപ്പൊ ഈ 23 മൂലകങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചു. അപ്പൊ നമ്മളൊരു സാമ്പാറോ അല്ലെങ്കിൽ അവിയലോ ഉണ്ടാക്കുമ്പോഴത്തേക്കും എല്ലാ പച്ചക്കറികളും എടുത്ത് അതാത് ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് അത് ഒരു കറിയായിട്ട് മാറുന്നത്, സാമ്പാർ അല്ലെങ്കിൽ അവിയലായിട്ട് മാറുന്നത്. ആ ചേർക്കുന്നത് എന്താണ്? എന്ത് ചേർത്തിട്ടാണ് ഈ 23 മൂലകങ്ങളും എന്തുമായി കൂടിച്ചേർന്നിട്ടാണ് ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത്? മായാശക്തി, ഭഗവാന്റെ തന്നെ ശക്തിയായ മായ, ആ മായാശക്തിയാലാണ് ഈ 23 മൂലകങ്ങളോട് ചേർന്ന ഈ ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ 23 മൂലകങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ 23 മൂലകങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? മഹത്തത്വത്തിൽ നിന്ന് ആദ്യം മഹത്തത്വമാണ് ഉണ്ടാകുന്നത്. ആ മഹത്വത്തിൽ നിന്ന് എന്താണ് 3 ഗുണങ്ങൾ, രാജസികം, താമസികം, സാത്വികം, അങ്ങനെ 3 ഗുണങ്ങൾ ഉണ്ടാകും. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? പിന്നെ ആദ്യം സൃഷ്ടിച്ചത് എന്താണ്? ശബ്ദമാണ്. ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് രുചി, രുചിയിൽ നിന്ന് വെള്ളം, വെള്ളത്തിൽ നിന്ന് മണം, മണത്തിൽ നിന്ന് ഭൂമി. ഇങ്ങനെയാണ് മൂലകങ്ങള് ഉണ്ടായത്. ആ മൂലകങ്ങളും പ്രാണനും 10 സെൻസ് ഓർഗൻസും ബുദ്ധിയും എല്ലാം 5 തന്മാത്രകള്, 5 മൂലകങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് 23 മൂലകങ്ങൾ എന്ന് പറയുന്നത്. ആ 23 മൂലകങ്ങൾ മായയുടെ പ്രഭാവത്തിലാണ് ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത്, ഭഗവാന്റെ മായാശക്തി. അപ്പം 1000 വർഷങ്ങളോളം ഗർഭോദകശായി വിഷ്ണു എങ്ങനെയാണ് ആദ്യം ഉണ്ടായത്? എന്താണ്? ശബ്ദമാണെന്നറിയാം. പക്ഷെ ആ ശബ്ദം എവിടെ നിന്നാണ് വന്നത്? ഗർഭോദകശായി വിഷ്ണുവിൽ നിന്ന്. ഇനി ഗർഭോദകശായി വിഷ്ണു എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ് വന്നത് അറിയോ? ഭൗതിക ലോകം എന്ന് പറയുന്നത് ബ്രഹ്മജ്യോതിക്കും താഴെ കാരണക സമുദ്രത്തിൽ ശയിക്കുന്ന കാരണോദകശായി വിഷ്ണുവിന്റെ രോമത്തിൽ നിന്നാണ് ഓരോ ബ്രഹ്മാണ്ടവും ഉണ്ടാകുന്നത്. ഈ 23 മൂലകങ്ങളിലൂടെ ഒരു ബ്രഹ്മാണ്ടം സൃഷ്ടിക്കുമ്പോൾ കാരണക
കാരണക സമുദ്രത്തിൽ ശയിക്കുന്ന കാരണോദകശായി വിഷ്ണുവിന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മാണ്ടത്തിന് ഉള്ളിലോട്ട് ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കുന്നു. ആ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വരുന്ന താമരത്തണ്ടിലാണ് ബ്രഹ്മാവ് ജനിക്കുന്നത്. ആ ഓരോ താമരത്തണ്ടിലും മുത്തുകൾ ഈ താമരത്തണ്ട് ഇങ്ങനെ മുകളിലോട്ട് പോയിരിക്കുക. ആ താമരത്തണ്ടില് മുത്ത് കോർത്തതുപോലെയാണ് 14 ലോകങ്ങള് നിൽക്കുന്നത്. ആ 14 ലോകത്തിന്റെ മധ്യത്തിലാണ് നമ്മളുടെ ലോകമായ ഭൂമി അല്ലെങ്കിൽ ഭുവർലോകം ഉള്ളത്. ഭുവർലോകത്തിന് തൊട്ടു മുകളിലാണ് ഭൂർലോകം. ആ ഭൂർലോകമാണ് പിതൃക്കളുടെ ലോകം. ഭുവർലോകത്തിന് താഴെയാണ് പാതാളം, അതലം, വിതലം, സുതലം, അങ്ങനെയുള്ള പാതാള ലോകങ്ങള് ഉള്ളത്. ആ പാതാള ലോകങ്ങൾക്കും താഴെയാണ് 28 നരകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇത് ഭൗതിക ലോകത്തെ കുറിച്ചുള്ള വിവരണം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ 6-ാം അധ്യായത്തില് ഭൗതിക ലോകത്തെ കുറിച്ച് രണ്ടായിട്ടാണ് പറയുന്നത്. അതായത് ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ ഏകപാദ വിഭൂതി എന്നറിയപ്പെടുന്നു. അതായത് ഭഗവാൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പുനഃസൃഷ്ടിച്ചു എന്നാണ്. ഭഗവാൻ എവിടെയാണ്? ഭഗവാൻ ആത്മീയ ലോകത്തിലാണ്. നമ്മളെല്ലാം അപ്പൊ 1 മുതൽ 17 വരെയുള്ള ശ്ലോകത്തിലൂടെ 23 മൂലകങ്ങളെ കുറിച്ചും ഭഗവാന്റെ സൂക്ഷ്മമായ ആ ഒരു അവയവത്തെ കുറിച്ചും. സൂക്ഷ്മമായ അവയവങ്ങൾ ഏതൊക്കെയാണ്? തന്മാത്രകളും മൂലകങ്ങളുമാണ് സൂക്ഷ്മം. ഇനി സ്ഥൂലമായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇവിടെയുള്ള ആദിഭൂതം, ആദിദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടല്ലോ. ഭഗവാന്റെ വിരാട രൂപത്തെ കുറിച്ചും ദേവതകളെ കുറിച്ചും, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, അങ്ങനെയുള്ള ദേവതകളെ കുറിച്ചൊക്കെ ഉള്ളത് സ്ഥൂലമായ രൂപം. സൂക്ഷ്മമായ രൂപം തന്മാത്രകളും മൂലകങ്ങളും. അത് കഴിഞ്ഞ അധ്യായത്തിൽ വിശദമായിട്ട് നമ്മൾ കണ്ടു. രൂപവും വിരാട രൂപത്തെ കുറിച്ച്, വിരാട രൂപത്തിലെ ജീവാത്മാവിന്റെയും ദേവതകളെ കുറിച്ചും ഒക്കെ വിശദമായത് കണ്ടു. ആ കാര്യങ്ങളെയാണ് സ്ഥൂല രൂപം എന്ന് പറയുന്നത്. സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത് തന്മാത്രകളും മൂലകങ്ങളും. 5 തന്മാത്രകളും 5 മൂലകങ്ങളും നമ്മൾ കണ്ടു. അപ്പം ഈ ഭൗതിക ലോകത്തില് ഇതെല്ലാം കൂടി ചേർന്ന് ഗർഭോദകശായി വിഷ്ണുവിന്റെ സഹായത്താൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ് ഈ 14 ലോകങ്ങളും. ആ 14 ലോകത്തിലെ ഭുവർലോകത്തിലെ ജീവജാലങ്ങളായ വൃക്ഷങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും എല്ലാം തന്നെ ബ്രഹ്മാവ് ഭഗവാന്റെ ആജ്ഞയിൽ സൃഷ്ടിച്ചതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ വിരാട രൂപത്തില് ഓരോ നദികളെയും ദേവതകളും എവിടെയൊക്കെയാണ് ഭഗവാന്റെ അംഗോപാംഗമായി വിശദീകരിച്ചപ്പോഴത്തേക്കും എവിടെ ഓരോ രൂപത്തിലും ഭഗവാന്റെ തൈസ് ഇന്ന ദേവത, ഭഗവാന്റെ കണ്ണ് സൂര്യൻ, അങ്ങനെ എല്ലാം തന്നെ വിശദീകരിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ തന്നെ ഭൗതിക ലോകത്തെ ഏകപാദ വിഭൂതി എന്നും ആത്മീയ ലോകത്തെ ത്രിപാദ വിഭൂതി എന്നും പറയും. അതായത് ഭൗതിക ലോകം എന്ന് പറയുന്നത് ശരിക്കും ഈ മുഴുവൻ ലോകത്തിന്റെയും 25% ഉള്ളൂ. അതായത് മുഴുവൻ ലോകത്തെയും 4ആയിട്ട് തരംതിരിച്ചാൽ അതിനകത്ത് ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഭൗതിക ലോകം. ബാക്കി 3/4 ഭാഗം എന്ന് പറയുന്നത് ആത്മീയ ലോകമാണ്. അപ്പൊ ആത്മീയ ലോകം ഒരിക്കലും നശിക്കുന്നില്ല. ആ ആത്മീയ ലോകം എല്ലായ്പ്പോഴും അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ വസിക്കുന്ന ഈ ബ്രഹ്മാവ് വസിക്കുന്ന ഇന്ദ്രന്മാരും ചന്ദ്രന്മാരും സൂര്യന്മാരും എല്ലാം ഗർഭോദകശായി വിഷ്ണുവും എല്ലാം ഉള്ള ഈ ബ്രഹ്മാണ്ടം
ഒരു കാലം കഴിയുമ്പോൾ നശിച്ചു പോകുന്നു. കാരണോദക സമുദ്രത്തിൽ ശയിക്കുന്ന കാരണോദകശായ വിഷ്ണുവിന്റെ ഓരോ ശ്വാസം, അതായത് ശ്വാസം ഉള്ളിലോട്ടെടുക്കുമ്പോൾ ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ ഉള്ളിലോട്ട് പോകും. ശ്വാസം പുറത്തോട്ട് വരുമ്പോൾ വീണ്ടും ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടും. അപ്പൊ ഭഗവാന്റെ ഒരു ശ്വാസത്തിലാണ് ഈ മുഴുവൻ ഭൗതിക ലോകങ്ങളും കറങ്ങുന്നത്. ഈ ഒരു ബ്രഹ്മാണ്ടം തന്നെ സാധാരണ മനുഷ്യർക്ക് ചിന്തകൾക്കതീതമാണെന്നാണ് പറയുന്നത്. ഒരു ബ്രഹ്മാവിന് 100 വയസ്സ് വരെ ജീവിക്കാം. ആ ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആയുസ്സിനുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ 4,3,2,000 വർഷങ്ങളാണ്. അത്രയും വർഷങ്ങളാണ് ഒരു ബ്രഹ്മാവിന്റെ ആയുസ്. അത്രയും മനുഷ്യവർഷങ്ങൾ. അത്രയും മനുഷ്യവർഷങ്ങള് നമുക്ക് ചിന്തകൾക്കതീതമാണത്. ഇപ്പോഴത്തെ ബ്രഹ്മാവിന് 50 വയസ്സായി. 50 വയസ്സ് കഴിഞ്ഞ് 51 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രഹ്മാവിന്റെ ഒരു പകലിൽ 14 മനുക്കളുണ്ട്. അതിൽ തന്നെ 7ാമത്തെ മനുവിന്റെ കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ മനുവിന്റെ പേരാണ് വൈവസ്വത മനു. ഒരു മനുവിന്റെ കാലഘട്ടത്തിൽ 71 ചതുർയുഗങ്ങൾ നടക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 28ാമത്തെ ചതുർയുഗമാണ്. 28ാമത്തെ ചതുർയുഗത്തിലെ കലിയുഗം. 28ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ കൃഷ്ണന്റെ അവതാരം ഉണ്ടായത്. അപ്പൊ കലിയുഗത്തിൽ കൽക്കി വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏത് കലിയുഗത്തിൽ കൽക്കി വരുമെന്ന് നമുക്കറിയില്ല. കലിയുഗത്തിൽ കൽക്കി അവതാരം ഉണ്ടാകുന്നു. ഇപ്പൊ തന്നെ 27 കലിയുഗങ്ങൾ കഴിഞ്ഞു. ഏത് കലിയുഗത്തിലാണ് കൽക്കി അവതാരം? 27ാമത്തെ ചതുർയുഗത്തിലാണ് ശ്രീരാമചന്ദ്രന്റെ ജനനം. 28ാമത്തെ ചതുർയുഗത്തിലെ ദ്വാപരയുഗത്തിലാണ് ശ്രീകൃഷ്ണ ജനനം. അപ്പൊ കൽക്കി കലിയുഗത്തിൽ വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഏത് കലിയുഗം എന്ന് വിശദീകരിച്ചിട്ടില്ല. ചിലപ്പോ 29ാമത്തെ ആകാം, ചിലപ്പോ 30ാമത്തെ ആകാം. കലിയുഗത്തിന്റെ 5000-ഓളം വർഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും കിടക്കുന്നു അനേക കോടി വർഷങ്ങൾ, മനുഷ്യ വർഷങ്ങൾ. ദേവവർഷങ്ങളാകുമ്പോ ഇത്തിരി കുറയും, ബ്രഹ്മാവിന്റെ ദിവസമാകുമ്പോ പിന്നെയും കുറയും. അപ്പൊ അത്രയും ക്ഷണികമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മത്തെയാണ് നമ്മൾ അഹങ്കരിച്ച് ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി വീണ്ടും 6ാം അധ്യായത്തിലോട്ട് വരാം. അപ്പൊ ഈ ഭൂലോകം അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാന്റെ പുനഃസൃഷ്ടി എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ആത്മീയ ലോകം അവിടെ നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് അവസാനവുമില്ല, അന്തവുമില്ല, ആദിയുമില്ലാത്ത ഒരു ആത്മീയ ലോകമുണ്ട്. ആത്മീയ ലോകത്തിലുള്ള കാര്യങ്ങൾ തന്നെ പുനഃസൃഷ്ടിക്കുകയാണ് ആര് ചെയ്തത്? ബ്രഹ്മാവ്. അപ്പൊ ഏകപാദം ത്രിപാദം, ഇത് പ്രത്യേകമായിട്ടും വിശദീകരിക്കാം നമുക്ക്. അടുത്ത 18ാം ശ്ലോകം മുതൽ 22ാം ശ്ലോകം വരെയുള്ള കാര്യങ്ങളിലാണ് ഏകപാദ വിഭൂതിയെക്കുറിച്ചും ത്രിപാദ വിഭൂതിയെക്കുറിച്ചും പറയുന്നത്. അപ്പൊ ത്രിപാദ വിഭൂതി എന്ന് പറയുന്നത് മുഴുവൻ ആത്മീയ ലോകവും, ഏകപാദ വിഭൂതി എന്ന് പറയുന്നത് ഭൗതിക ലോകവുമാണ്. അപ്പൊ ഇനി ഓരോ വ്യക്തികളെയും ഓരോ മനുഷ്യരെയും ജീവികളെയൊക്കെ വെച്ച് നമുക്ക് ഏകപാദ വിഭൂതിയും ത്രിപാദ വിഭൂതിയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമേ പറയാം. ഇപ്പം ഓരോ മനുഷ്യരും ഏകപാദ വിഭൂതിയായ ഭൗതിക ലോകത്തില്
എല്ലായ്പ്പോഴും ഗ്രഹമേധിയായിരിക്കും. ഗ്രഹമേധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രഹ ഗ്രഹത്താൽ, തൻ്റെ സ്വന്തം മക്കളാലും ഭാര്യമാരാലും അല്ലെങ്കിൽ അച്ഛൻ അമ്മ ഇവരാലും ചുറ്റപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. അവർക്ക് എപ്പോഴും തൻ്റെ ചുറ്റുമുള്ള ബന്ധുക്കളെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ആകുലതകളോടെ ജീവിക്കുന്നവരായിരിക്കും ഗ്രഹമേധീസ് എന്ന് പറയുന്നത്. അവരെ എവിടെയുള്ളവർ? ഏകപാദ വിഭൂതിയിൽ താമസിക്കുന്ന മനുഷ്യരുടെ കാര്യമാണ്. ഇനി ത്രിപാദ വിഭൂതിയിൽ മനുഷ്യരായിട്ട് ജീവിക്കുന്നവരെങ്ങനെയാണ്? അവര് അപ്രജന്നം. അവര് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അവരുടെ ചിന്ത മുഴുവൻ എനിക്ക് എങ്ങനെ ഭഗവാനെ സേവിക്കാൻ സാധിക്കും, ഓരോ ദിവസവും എങ്ങനെ എനിക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കും എന്നാണ് അവിടെയുള്ള മനുഷ്യർ ചിന്തിക്കുന്നത്, ആത്മീയ ലോകത്തിലുള്ളവര്. ഇനി ഭഗവാനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ഏകപാദ വിഭൂതിയായ ഭൗതിക ലോകത്തിൽ താമസിക്കുന്നവർക്ക്, ചിലർ വിചാരിക്കുമോ ഭഗവാനെ എപ്പോഴും വിളിക്കാം, ഭഗവാനെ പ്രാർത്ഥിക്കാം, അങ്ങനെ ഹരിനാമം ചെയ്യാം, അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെ 1% പേരെ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ബാക്കി 99% പേരും തൻ്റെതായിട്ടുള്ള കാരണങ്ങളുടെ പുറകെ, ഭൗതികമായ കാര്യങ്ങളുടെ പുറകെയാണ് ഓടുന്നത്. പക്ഷെ ത്രിപാദ വിഭൂതിയായ ആത്മീയ ലോകത്തിൽ താമസിക്കുന്നവര് മുഴുവൻ സമയവും, സദാസമയവും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടാണ് അവിടെയുള്ളവർ ജീവിക്കുന്നത്. ഇനി ശരീരത്തെ കുറിച്ച് പറയുവാണെങ്കിൽ, ഏകപാദ വിഭൂതിയിലുള്ളവര് എങ്ങനെ? ഭൗതിക ശരീരമാണ് അവർക്കുള്ളത്. ത്രിപാദ വിഭൂതിയിലുള്ളവർക്ക് ചിന്താമണി രത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ച ശരീരമാണ്. ആ ശരീരത്തിൽ നിൽക്കുമ്പോൾ ചിന്തകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലായ്പ്പോഴും ഞാൻ ഭഗവാനെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ എന്നുള്ള ആ ചിന്തയോടുകൂടെയാണ് അവിടെയുള്ള ഓരോ വ്യക്തികളും, ഓരോ ജീവജാലങ്ങളും, അതായത് പുല്ലും പൂക്കളും പക്ഷികളും ചെറിയ വണ്ടുകൾ പോലും ചിന്തിക്കുന്നത് എനിക്കിന്ന് എങ്ങനെ ഭഗവാനെ സേവിക്കാം. ഇനി അവിടെയുള്ള ആത്മാക്കളുടെ ചിന്ത എങ്ങനെയാണ്? ആത്മാക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യർ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളും. ഇവിടെ ഭൗതിക ലോകത്തുള്ള ജീവജാലങ്ങൾ ചിന്തിക്കുന്നത്, ഇപ്പൊ പശു ആണെങ്കിൽ ചിന്തിക്കുന്നത് എന്തായിരിക്കും? എനിക്കിന്ന് എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ എൻ്റെ കിടാവിന് പാല് കൊടുക്കണം. ഭൗതികമായ ചിന്താഗതി മാത്രമാണ് ഏകപാദ വിഭൂതിയിലുള്ള ആത്മാക്കൾക്ക് തോന്നുന്നത്. ഇനി ത്രിപാദ വിഭൂതിയിലുള്ള ആത്മാക്കൾക്ക് തോന്നുന്നത് എന്തായിരിക്കും? മുഴുവൻ സമയവും പ്രാർത്ഥന, ഭക്തി മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. വേറെ ഒന്നും തന്നെ അവിടെയുള്ള ആത്മാക്കളുടെ മനസ്സിൽ ഇല്ല. ഇനി ഭയം. ഏകപാദ വിഭൂതിയിലുള്ളവർക്ക് എല്ലായ്പ്പോഴും ഭയമാണ്. ഞാൻ എന്ന് മരിക്കും, എനിക്ക് അസുഖം വന്നാൽ എന്ത് സംഭവിക്കും, എനിക്ക് ജോലി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള ഭയമാണ് മുഴുവൻ സമയവും. ത്രിപാദ വിഭൂതിയിലുള്ളവർക്ക് ഭയം എന്തെന്ന് പോലും അറിയില്ല. ഭയമില്ലാത്തൊരവസ്ഥയാണ് അവിടെ. ഇനി മറവി. ഈ ഏകപാദ വിഭൂതിയിലുള്ളവർക്ക് ഇഗ്നോറൻസ് കാരണം, അവിദ്യ ഇല്ലാത്തത് കാരണം എപ്പോഴും മറവിയാണ്. പക്ഷേ ത്രിപാദ വിഭൂതിയിലുള്ളവര് എപ്പോഴും വിദ്യയിലൂടെയാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഭയങ്കര ഓർമ്മശക്തിയും ഭയങ്കര ബുദ്ധിയുമാണ്. കാരണം ഓരോ ദിവസവും ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കും, ഭഗവാനെ കുറിച്ചുള്ള അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഓർമ്മകള് അത്യുന്നതമായ സുമേധസ്സാണ്. മേധസ് എന്ന് പറഞ്ഞാല് ബുദ്ധി, സുമേധസ് എന്ന് പറഞ്ഞാല് ഏറ്റവും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബുദ്ധിയാണ് സുമേധസ്. അപ്പൊ അവിടെ ഉള്ളവര് സുമേധസ്സുകളാണ്. ഇനി എത്ര അംഗങ്ങൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്? ആത്മാക്കള് ഇവിടെ വളരെ കുറച്ചേ, ഏകപാദ വിഭൂതിയിൽ വളരെ കുറച്ചേ
ശരിക്കും ആത്മാക്കളുള്ളൂ. എന്നാലോചിക്കും, നമ്മുടെ പോപ്പുലേഷൻ 8 ബില്യൺ 9 ബില്യൺ എന്നൊക്കെയാണ് പറയുന്നത്. അതാണ് ഈ ഭൂമിയിലെ ജനസംഖ്യ. അത് വെറും വളരെ തുച്ഛമാണെന്നാണ് പറയുന്നത്. ത്രിപാദ വിഭൂതിയില് അൺലിമിറ്റഡ് അനന്ത കോടി ആത്മാക്കളാണുള്ളത്. ഇവിടെ തന്നെ മനുഷ്യ ആത്മാക്കളാണ് നമ്മൾ ഈ 9 ബില്യൺ 8 ബില്യൺ എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ജീവികളുണ്ട്, പിന്നെ മൃഗങ്ങളുണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, പക്ഷികളുണ്ട്, മരങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് കോടാനുകോടിയാണ്. അതിനെയാണ് ഏകപാദ വിഭൂതിയില് വളരെ തുച്ഛമായ ആത്മാക്കളെ ഉള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ത്രിപാദ വിഭൂതിയില് അനേക കോടി ആത്മാക്കളാണ് ഉള്ളത്. അപ്പൊ ഈ ഏകപാദ വിഭൂതി എന്ന് വെച്ചാൽ 1/4 ഉള്ളൂ, മറ്റേത് 3/4 ഉണ്ട്. അപ്പൊ എന്തുമാത്രം വലുതായിരിക്കും ഈ ആത്മീയ ലോകം. സത് ചിത് ആനന്ദ, ഭഗവാന്റെ ആ ഒരു ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ആണത്. സത് ചിത് ആനന്ദ, സച്ചിദാനന്ദ രൂപം എന്നൊക്കെ നമ്മൾ പറയും. അത് നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റുന്നത് വെറും 1% പോലും പറ്റില്ല എന്നാ പറയുന്നത്. 1% താഴെ. പക്ഷെ ആത്മീയ ലോകത്തില് അവിടെ വസിക്കുന്ന ആത്മാക്കള് അത് മുഴുവനായിട്ടും ഭഗവാന്റെ ആ സച്ചിത് ആനന്ദ രൂപം മുഴുവനുമായിട്ടും സ്വാംശീകരിച്ച് തന്റെ ഹൃദയത്തിലോട്ട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഏകപാദ വിഭൂതിയിലുള്ളവർക്ക് ഭഗവാന്റെ ആ സച്ചിത്താനന്ദ രൂപം വെറും 1% കുറവേ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഭഗവാന്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുന്നത് എത്ര ചെറുതാണ്. അപ്പൊ ആ ആത്മീയ ലോകത്തിൽ എത്തിയാൽ എന്തുമാത്രം ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഭഗവാന്റെ ആ ഒരു യഥാർത്ഥ ആ രുചി, ഭഗവത് ഭക്തി എന്ന് പറഞ്ഞ ആ രുചി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ ആത്മീയ ലോകത്തിൽ തന്നെ എത്തണം. അപ്പൊ അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞ് മോക്ഷം കിട്ടട്ടെ എന്ന് പറയുന്നത്. ആ മോക്ഷം കിട്ടുമ്പോഴത്തേക്കും ഭഗവത് സന്നിധിയിൽ എത്തപ്പെടാം. പക്ഷേ വൈഷ്ണവര് ഞങ്ങൾക്ക് മോക്ഷവും കൂടി വേണ്ടെന്നാ പറയുന്നത്. എവിടെ എത്തണം? ചിലപ്പോൾ മോക്ഷം കിട്ടുമ്പോഴത്തേക്കും ചില ആൾക്കാർ വിചാരിക്കും എനിക്ക് ബ്രഹ്മസന്നിധിയിൽ എത്തിയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇന്ദ്രസദസ്സിൽ എത്തിയാൽ മതി. അങ്ങനെ എത്തുമ്പോഴത്തേക്കും അവര് ഇപ്പോഴും ഈ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ തന്നെ ഉള്ള ഭൗതിക ലോകത്തിൽ തന്നെയാണ് ചരിക്കുന്നത്. ഈ ബ്രഹ്മാണ്ടത്തിന് പുറത്ത് കാരണോദക സമുദ്രത്തിനും മേളില്, ബ്രഹ്മജ്യോതിക്കും മേളില്, വൈകുണ്ഠ ലോകങ്ങൾക്ക് ഉള്ളിലോട്ട് എത്തണമെന്നാണ് ഓരോ വൈഷ്ണവരും ഹരേ കൃഷ്ണ നാമം ചൊല്ലുമ്പോഴത്തേക്കും ചിന്തിക്കേണ്ടത്. ഈ ഭൗതിക ലോകത്തിൽ ഇനിയും ഒരു ജനന മരണ ചക്രത്തിൽ അതീതപ്പെടാതെ ഭഗവാന്റെ സന്നിധിയായ വൈകുണ്ഠത്തിലും ഗോലോക വൃന്ദാവനത്തിലും എത്താനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലോകത്തിൽ ഏകപാദ വിഭൂതി വേണോ ത്രിപാദ വിഭൂതി വേണോ, ഏത് വേണമെന്ന് ഓരോ മനുഷ്യ ജന്മത്തിനും ചൂസ് ചെയ്യാം. ഏകപാദ വിഭൂതി എന്ന് പറഞ്ഞാൽ ഇനിയും ജനന മരണ ചക്രങ്ങൾക്ക് അതീതമായി ഇവിടെ തന്നെ ജനിച്ചു മരിച്ച് ജീവിക്കേണ്ടി വരും. പക്ഷേ ത്രിപാദ ലോകത്തിൽ, ത്രിപാദ വിഭൂതി എന്ന ആ ആത്മീയ ലോകത്തിൽ ജനനമില്ല, മരണമില്ല, പിന്നെ എന്താ ഓൾഡ് ഏജ് ഇല്ല, വാർദ്ധക്യമില്ല, അസുഖങ്ങളില്ല. അപ്പൊ ഈ അധ്യായത്തിന്റെ പേര് തന്നെ പുരുഷ സൂക്തം എങ്ങനെ വർണ്ണിക്കുന്നു എന്നാണ്. അപ്പൊ എന്താണ് ഈ പുരുഷൻ? ആരാണ് പുരുഷൻ? ഭഗവാനാണ് പുരുഷൻ. ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയെ കുറിച്ചും വർണ്ണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ പുരുഷ സൂക്തം വർണ്ണിക്കുന്നു എന്ന് പറയുന്നത്. ഇനി വേറൊരു രീതിയിൽ പറഞ്ഞാല്, നമ്മളെല്ലാം ഒരാളോട് സംസാരിക്കുന്ന മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്ന ആ ഭാഷയിലൂടെയാണ്. ബ്രഹ്മാവ് എങ്ങനെയാണ് ഭഗവാനോട് സംസാരിക്കുന്നത്?
ബ്രഹ്മാവ് സംസാരിക്കുന്നത് ഭഗവാന്റെ അടുത്തൊന്നും പോകാൻ ബ്രഹ്മാവിന് അനുവാദമൊന്നുമില്ല. ബ്രഹ്മാവ് തന്റെ താമരയില് ഇരുന്നു കൊണ്ട് ഭഗവാനെ ധ്യാനിക്കുവാണ് ചെയ്യുന്നത്. പുരുഷ സൂക്തം എന്ന മന്ത്രം ചൊല്ലി ധ്യാനിക്കും. എന്തിനാണ് പുരുഷ സൂക്തം ചൊല്ലുന്നത്? ഭഗവാൻ തന്നെയാണ് പുരുഷൻ. ഇവിടെ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ. അത് ആരാണ്? ഭഗവാൻ. ആ പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനെ മനസ്സിലിങ്ങനെ ആവാഹിക്കുമ്പോഴത്തേക്കും ബ്രഹ്മാവിന്റെ ഹൃദയത്തിലോട്ട് ഭഗവാൻ സന്ദേശങ്ങൾ അയക്കും. നമ്മൾ ഒന്നാം സ്കന്ധത്തിൽ 1-ാം അധ്യായത്തിൽ 1-ാം ശ്ലോകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. തേനേ ബ്രഹ്മഹൃദയേ. ഭഗവാൻ ഓരോ സന്ദേശങ്ങളായിട്ട് ബ്രഹ്മാവിന് ഹൃദയത്തിലോട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. ആ സന്ദേശങ്ങളാണ് ബ്രഹ്മാവ് തന്റെ സൃഷ്ടികർമ്മത്തില് പ്രായോഗികമാക്കുന്നത്. അപ്പൊ ബ്രഹ്മാവ് പറയുന്നത് എന്താണ്? ഞാൻ ഭഗവാൻ തന്ന 23 മൂലകങ്ങളെയും കൊണ്ടുവന്ന് മായാശക്തിയില് സൃഷ്ടികർമ്മം നടത്തി. അപ്പൊ ആദ്യം സൃഷ്ടിച്ചത് പ്രജാപതിമാരെയാണ്. പ്രജാപതിമാരെ സൃഷ്ടിച്ചു, മനുക്കളെ സൃഷ്ടിച്ചു, സപ്തർഷികളെ സൃഷ്ടിച്ചു. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്റെ ഉത്തരവാണ് 31-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. യത് അധിഷ്ഠാനം. ഈ മുഴുവൻ ഭൗതിക ലോകവും ഭഗവാന്റെ ഊർജത്തിലാണ് നിലനിൽക്കുന്നത്. ഭഗവാന്റെ ആ ഊർജം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ രൗദ്രത്തിൽ നിന്ന് ശിവനെ സൃഷ്ടിച്ചു. അപ്പൊ 3 പേരാണ് ബ്രഹ്മ, വിഷ്ണു, ശിവൻ. ഗുണാവതാരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗുണാവതാരത്തെ സൃഷ്ടിച്ചു. ഭഗവാൻ എന്താണോ എൻ്റെ മനസ്സിലോട്ട് തരുന്ന ആ സന്ദേശങ്ങൾ, അത് തന്നെയാണ് ഞാൻ സൃഷ്ടിയിലൂടെ നിർവഹിച്ചത്. എനിക്കൊരിക്കലും 34-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല. എന്തുകൊണ്ട് തെറ്റുപറ്റില്ല? ഞാൻ ചെയ്യുന്നത് ഭഗവാൻ എൻ്റെ മനസ്സിലോട്ട് അയക്കുന്ന സന്ദേശങ്ങൾ വഴിയാണ്. എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ഞാൻ ഭഗവാനെ തന്നെയാണ് ആവാഹിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ സന്ദേശങ്ങളാണ് ഞാൻ ഈ സൃഷ്ടികർമ്മത്തിലൂടെ ചെയ്യുന്നത്. ന ഭാരതീമേ അംഗ മൃഷോപാലകസ്തായ ന വൈ കവചിന്മേ മനസോ മൃഷഗതി നമേ ഋഷിഖാനി പതാനി അസത്പദേ യന്മേ ഹൃദയാക്തവയക്ത ധൃതോ ഹരി. പലപ്പോഴും എനിക്ക് പോലും മനസ്സിലാകുന്നില്ല ഭഗവാനെ. ഞാൻ പോലും ചില സമയത്ത് വളരെ സംശയാലുവായി മാറിയിരിക്കുകയാണെന്ന്. അപ്പം ബ്രഹ്മാവ്, ആദ്യ സൃഷ്ടി, ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി, ഈ മുഴുവൻ ഭൗതിക ലോകവും സൃഷ്ടിച്ച ഒരാള്, എന്നിട്ട് പോലും എനിക്കും സംശയമാണ് ഭഗവാന്റെ ചില സന്ദേശങ്ങൾ. അപ്പൊ ഇത്രയും അഭൗമനായ വ്യക്തിയായ ബ്രഹ്മാവിന് പോലും ഭഗവാനെ മനസ്സിലാക്കാൻ ചില സമയത്ത് സാധിക്കുന്നില്ലെങ്കിൽ വെറും സാധാരണക്കാരായ മനുഷ്യർക്ക് എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും? ഭഗവാൻ എന്ന് പറയുന്നത് അനന്തമാണ്. ഭഗവാനെ നമുക്ക് എവിടെയാണ് ഭഗവാന്റെ ആ ഒരു ഇത് അപ്രാപ്യമാണ്, അനന്തമാണ് എന്നാണ് ബ്രഹ്മാവ് പറയുന്നത്. അദ്ദേഹം തരുന്ന സന്ദേശങ്ങൾ പലപ്പോഴും എങ്ങനെ പൂർത്തീകരിക്കണം എന്ന് പോലും ഇല്ലാതെയാണ് ഞാനത് സ്വീകരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് അതെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. യസ് സമസ്തം, ഈ ഭൗതിക ലോകം എങ്ങനെ സൃഷ്ടിക്കണമെന്നും ഇതിന്റെ ഓരോ കാര്യകാരണ സഹിതത്തോടെ അദ്ദേഹം അയക്കുന്ന സന്ദേശങ്ങളാണ് ഞാൻ എന്നിലൂടെ പ്രാവർത്തികമാക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ,
അരൂപിയാണ്, അനന്തമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് ഇങ്ങനെ ബ്രഹ്മാവ് വിശദീകരിക്കുകയാണ്. എങ്ങനെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കും? എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കാൻ? ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഭഗവാനെ അടുത്തറിയാമെന്ന് ഭഗവാൻ തന്നെ അർജുനന് ഉപദേശിക്കുന്നു. മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട്, മനസ്സിനെ നന്നായി, അതായത് എങ്ങനെയാക്കണം? ഗോസ്വാമിമാരായിട്ട്, ഗോദാസന്മാരായിട്ടല്ല, ഇന്ദ്രിയങ്ങൾക്ക് അതീതനായി ഭഗവാനില് മനസ്സുകൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ പ്രാപ്യമാക്കാൻ സാധിക്കും. അപ്പൊ കുറിച്ച് നമ്മൾ കേട്ടു. കാരണോദകശായി വിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു. കാരണോദക സമുദ്രത്തിൽ ശയിക്കുന്ന കാരണോദകശായി വിഷ്ണുവിന്റെ രോമകൂപത്തിൽ നിന്നും വരുന്ന ബ്രഹ്മാണ്ടത്തിനുള്ളിൽ വീണ്ടും ഉള്ളിലോട്ട് കയറിയ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വന്ന ബ്രഹ്മാവിൽ സൃഷ്ടിക്കപ്പെട്ട ഈ 14 ലോകങ്ങളിലെ ഭൂവർലോകത്തിലെ ഓരോ മനുഷ്യജീവികളിലും, അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളിലും, മനുഷ്യനിലാണെങ്കിലും ഇൻസെക്ട്സിലാണെങ്കിലും മരങ്ങളിലാണെങ്കിലും, ആ ഓരോ ജീവജാലങ്ങൾക്കും ഉള്ളിൽ വസിക്കുന്ന പരമാത്മാവാകുന്ന ഭഗവാൻ, അതിനെയാണ് ക്ഷീരോദകശായ വിഷ്ണു എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഭഗവാനെയാണ് കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. നമ്മുടെ പരമാത്മാവ് രൂപത്തിലുള്ള ഭഗവാനെയാണ് ക്ഷീരോദകശായ വിഷ്ണു എന്ന് പറയുന്നത്. ഓരോരുത്തരും മറ്റൊരാളെ കാണുമ്പോഴത്തേക്ക് നമിക്കുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ ഉള്ളിലെ പരമാത്മാവിനെയാണ് ഞാൻ നമസ്കരിക്കുന്നത്, ഈ ശരീരത്തെയല്ല, ആ മറ്റു മനുഷ്യന്റെ ഉള്ളിലുള്ള പരമാത്മാവിനെയാണ് നമിക്കുന്നത്. അമ്പലത്തിൽ പോയാല് പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ നെഞ്ചിലിന്റെ അവിടെ കൈവച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഈ പരമാത്മാവിനും ആ ഉള്ളിലിരിക്കുന്ന ഭഗവാനും നമസ്കാരം, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഭഗവാന്റെ ഈ സ്വരൂപത്തില് ഒന്നും തന്നെ ഭൗതികമല്ല. ഭൗതിക ലോകത്തിനുള്ളിൽ വസിക്കുന്ന ഗർഭോദകശായ വിഷ്ണുവും ഭൗതികമല്ല, ഓരോ മനുഷ്യന്റെ ഉള്ളിലും വസിക്കുന്ന പരമാത്മാവും ഭൗതികമല്ല. ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനും ഭൗതികമല്ല. പക്ഷെ ഈ ഭൗതിക ലോകം മുഴുവൻ, ഈവൻ ബ്രഹ്മാവും സൂര്യനും ചന്ദ്രനും എല്ലാവരും ഭൗതികമാണ്. അത് ഭഗവാൻ ഒരിക്കലും ഗുണങ്ങൾക്കും അതീതനല്ല. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ സാത്വികം, രാജസികം, താമസികം. ഈ ഗുണങ്ങൾക്കും അതീതമാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. 6-ാം അധ്യായം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 6-ാം അധ്യായത്തിലെ ഏറ്റവും പ്രധാനം ഇതാണ്. ഏകപാദ വിഭൂതിയും ത്രിപാദ വിഭൂതിയുമാണ് ഏറ്റവും പ്രധാനമായിട്ടും 6-ാം അധ്യായത്തിൽ മനസ്സിലാക്കേണ്ടത്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യാ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ.